നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ NDA എന്നാണ് നമ്മൾ ഇത്രയും നാളും കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ NDA എന്നതിന് പുതിയൊരു നിർവചനം നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി. NDA. N എന്നാൽ ന്യൂ ഇന്ത്യ, D എന്നാൽ വികസിത ഇന്ത്യ അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇന്ത്യ, A എന്നാൽ അഭിലാഷ ഇന്ത്യ അല്ലെങ്കിൽ ആസ്പിറേഷണൽ ഇന്ത്യ. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം വെറും ഒരു ട്രെയിലർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് NDAക്ക് ഇങ്ങനൊരു പ്രവചനം അദ്ദേഹം നൽകിയതും. രാജ്യത്തിന് NDA മാത്രമേ വിശ്വാസമുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവർക്കൊപ്പം മധ്യവർഗക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും പദ്ധതികൾ ഉണ്ടാകും. മൂന്നാം NDA സർക്കാർ അതിവേഗ വികസനം കൊണ്ടുവരും. രാജ്യത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരാധിഷ്ഠിത സഹകരണ ഫെഡറലിസം നടപ്പാക്കുമെന്നും മോദി പറഞ്ഞു. അധികാരത്തിനു വേണ്ടി തട്ടിക്കൂട്ടിയ ഇന്ത്യ മുന്നണിയെ ജനം തിരസ്കരിച്ചു. ഇന്ത്യ മുന്നണി അതിവേഗം തകരുമെന്നും 10 കൊല്ലമായിട്ടും 100 സീറ്റ് തികയ്ക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും EVMനെ നിരന്തരം വിമർശിച്ച് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പ്രതിപക്ഷം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മനസ്ഥിതി ഉള്ളവരാണെന്നും ആധുനികതയെ അവർ എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്നാഥ് സിംഗ് മോദിയെ നേതാവായി നാമനിർദ്ദേശം ചെയ്തു. അമിത്ഷാ, നിതിൻ ഗഡ്കരി എന്നിവർ പിന്താങ്ങി. NDA നേതാക്കളായ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ, പവൻ കല്യാൺ, ചിരാഗ് പാസ്വാൻ, അനുപ്രിയ പട്ടേൽ, ജിതിൻ റാം മഞ്ചേരി എന്നിവരും പിന്തുണ പ്രഖ്യാപിച്ചതോടെ മോദിയെ നേതാവായി തിരഞ്ഞെടുക്കുകയായിരുന്നു.